ജയിലിലെ എന്നോടൊപ്പം ജെയിംസ് ഉണ്ടായിരുന്നോ? ആ, അവനെയും ആരോ ഒറ്റിയതാണത്രേ. അവനെ ഒറ്റിയത് ആരാണെന്ന് അവൻ അറിയില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ആ ഒറ്റുകാരനെ. പഴയ കഥകളൊന്നും ഞാൻ പറയുന്നില്ല. പോലീസ് കണ്ടെടുത്തത് വെറും 1 കിലോ ആയിട്ടുവാ. കോടികൾ വില വരുന്ന ബാക്കി സാധനം എവിടെ? ഒറ്റയ്ക്ക് ബിസിനസ് നടത്താനുള്ള നിന്റെ പ്ലാനിങ് സമ്മതിക്കണോടാ. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് പിരിയുമ്പോ പാർട്ണർക്ക് കൊടുക്കാനുള്ള വിഹിതം കൊടുത്തൊഴിവാക്കുന്നതല്ലേ ചങ്ങാതി അതിന്റെ ഒരു ശരി? ഞാൻ നിന്നെ തേടി വന്നതും അതിനാണ്. ഒന്നുകിൽ നീ ഐറ്റം തിരിച്ചു തരണം, അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള തുക തരണം. എടാ നിരഞ്ജൻ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എടാ, നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. നിന്റെ കയ്യിൽ നിന്നും പോലീസാണ് മയക്കുമരുന്ന് പിടിച്ചത്, അല്ലാതെ ഞാനല്ല. വേണ്ട, പണം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. നിരഞ്ജ, നീ വെറുതെ വടി കൊടുത്ത് അടി വാങ്ങാൻ നിൽക്കണ്ട. നിനക്കൊരു പുല്ലും കിട്ടാൻ പോകുന്നില്ല. എന്നെ നിനക്കറിയാലോ. സ്നേഹിച്ച ജീവൻ തരും, ഇല്ലെങ്കിൽ നിന്റെ ജീവൻ എടുത്തിട്ടേ ഈ നിരഞ്ജൻ മടങ്ങും. എങ്കിൽ എടുക്കടാ, എടുക്കാൻ. വർഷയോ? ഞങ്ങളൽപ്പം ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. അതെ, കൂട്ടത്തില് പഴയ ഓർമ്മകൾ. അതെ, വർഷയുടെ കൂടെ കൂടി ആളിപ്പോ നല്ല ഉച്ചത്തിലാ സംസാരം. അതിനെന്താ, പഴയ സുഹൃത്തുക്കളാവുമ്പോ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവുമല്ലോ. ചായ.